വളരെ മനോഹരമായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അനക്കം പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൂട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു റാക്കിനെ ഈ സ്റ്റാൻഡിനെയാണ് നമ്മുടെ ബഡ്ജീസിനും ആഫ്രിക്കൻ ലവ് ബേർഡ്സിനും കൂടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേലത്തെ ഒരു കോളം ഒരു കൂടും താഴത്തെ ഒരു കോളം ഒരു കൂടും ആക്കിയിട്ട് മാറ്റാനാണ് ഇപ്പോൾ ഒരു പ്ലാൻ. നമുക്ക് നോക്കാം അത് എന്ത് രീതിയിലൊക്കെ വന്ന് റെഡി ആവും എന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലിൽ നിന്ന് എടുത്ത് വെച്ച് സംഗതികളെ ഏകദേശം റെഡി ആക്കാനുണ്ട്. നമ്മുടെ ഇത് സംഭവം ഫിക്സ് ചെയ്യാനുള്ള ആൾക്കാർ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം. അതപ്പോൾ അതൊന്ന് ചെയ്യേണ്ടതുണ്ട്. വിചാരിച്ചതുപോലെ നമ്മൾ കൂടുണ്ടാക്കി കഴിഞ്ഞു. ആ സ്റ്റാൻഡ് ഞാൻ കാണിച്ച സ്റ്റാൻഡ് കൊണ്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അനക്കം പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൂട് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് ചോദിക്കുവാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വീണ്ടും വേറെ പക്ഷിനെ കൊണ്ടുവരുവാണ്. ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ഇത് ഒരു തരം ഹരമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും എന്നെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും 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 ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പക്ഷികളെയും ബാക്കി ഇങ്ങനെയുള്ള പെറ്റ്സിനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഇന്നേറ്റ് മെൻറ്റാലിറ്റി ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അതാണ് നമ്മൾ ഈ ഒരു പെറ്റ് ലവേഴ്സായി പോയത്. അപ്പോൾ ഈ കൂടും കൂടെ ആയപ്പോൾ കൂടുതൽ അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു പാത്രമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് മേലെ ബജീസിനാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബജീസിനെ ഇവിടെ നാട്ടിലൊന്നും അധികം കാണാത്തൊരു ടൈപ്പ് തത്തയിരിക്കുന്നു മേലെ, ബിൽഡിങ്ങിൻ്റെ മേലെ. ഞാൻ അന്നൊരു ദിവസം കാണിച്ചില്ലേ, അതിന് കുഞ്ഞുങ്ങളായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ നാട്ടിലൊന്നും അധികം ഉൾപ്പുണ്ടാവാം കേട്ടോ. പണ്ടൊന്നും എൻ്റെ ഒന്നും ആ ഒരു ടൈമിലൊന്നും അധികം കാണാത്തൊരു ബജീസുണ്ട് ഇവിടെ. കണ്ണൊന്നും കാണില്ല, കംപ്ലീറ്റ് ഇങ്ങനെ മൂടിയിട്ടുണ്ടാകും. നമ്മുടെ ആ ഒരു പ്രാവുണ്ടല്ലോ, പ്രാവിൻ്റെ പേര് എനിക്കറിയില്ല, അതുപോലുള്ള ബജീസുണ്ട്. കിട്ടിയെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള പൂച്ച ഭീഷണി, അലവലാതി പൂച്ചയുടെ ഭീഷണിയുള്ള കൂടുണ്ടല്ലോ, അതിൽ നിന്നെടുത്ത് അതിനും നമ്മുടെ മണവാളൻ്റെ പേരിനെയും 2 പേരിനെയും കൊണ്ട് ഇതിലിടും മേലെ. താഴെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ മുട്ട വിരിഞ്ഞോ എന്ന് ഇനിയും കൺഫേം ആയിട്ടില്ല. ഒരാഴ്ചയും കൂടെ അവർക്ക് ടൈമുണ്ട്, പിന്നെ ഞാൻ തുറന്നു നോക്കും. വിരിഞ്ഞില്ലെങ്കിൽ അവന്മാരെ പിടിച്ച് ഈ 2ാമത്തേലിടും. ഏറ്റവും താഴെ അപ്പോൾ ഗ്യാപ്പാണ്. എന്ത് ചെയ്യും? ഇതിൽ നിന്നൊന്നും പിടിക്കാൻ വയ്യ, അതവിടെ നിൽക്കട്ടെ. ഫിഞ്ചസിനെ വാങ്ങിയിട്ടാലോ, എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ തൽക്കാലം ഇവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്കിതിനകത്ത് പെർച്ചസൊക്കെ വെക്കണ്ടേ, കമ്പുകളൊക്കെ പിടിച്ച് വെക്കണ്ടേ, നോക്കട്ടെ. കൂട് ശരിക്കും കണ്ടായിരുന്നോ? 3 ലെയറാണുള്ളത് കൂടിന്. 1 2 3 3 ലെയറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഏവിയറി ഏകദേശം മൊസൈക്ക് ഇട്ടതുപോലെ ആയിട്ടോ, കുത്തും പുള്ളിയും കുത്തും ആയിട്ടുണ്ട്. അവന്മാരുടെ വേസ്റ്റ് കമ്പുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം ഇതിനകത്ത്, അവരെ വിടുന്നതിന് മുമ്പായിട്ട്. ലോങ്ങിൽ വെക്കാൻ നീളമുള്ള കമ്പ് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു ലോങ് കമ്പ് ഞാൻ വെച്ചായിരുന്നല്ലോ, ഇവിടെ പോയി.
ആ പക്ഷേ ഇത് ഭയങ്കര കമ്പാണ്. ഇതിനകത്ത് കയറൂല. കയറുവാണെങ്കിൽ നല്ലതാണ്. വേണ്ട, അങ്ങനെ ആകുമ്പോൾ അവരധികം പറക്കൂല, മടിയന്മാരായി പോകും. എന്താ അറിയോ, ക്രോസ് ആയിട്ട് വെക്കുന്നതല്ല. അപ്പോൾ ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് പറന്നോളും. നമ്മുടെ പാത്രത്തിന് കണക്കായിട്ട് തന്നെ വെച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം കണ്ട് ചിലപ്പോൾ മുട്ടയിടാൻ തോന്നിയാൽ. അങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യണമല്ലേ. ഒന്ന് വളരെ ചെറുതോ ഒന്ന് വളരെ വലുതാണല്ലോ. അപ്പോൾ ഈ വലിയത് എന്തിനാ? ഓ, ഇങ്ങനെയാണ് അളവ് കൊടുത്തത്. ഒരു കൂട്ടിൽ 3 പീസ് വീതം വെക്കണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഇതൊന്ന് കുറച്ച് താഴെയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ എല്ലാ കൂടും ഇനാഗുറേഷന് ഹൗസ് വാമിങ്ങിന് കൊണ്ടുവരുന്നത് നമ്മുടെ ടേംഡായ കോക്ടെയിലിനാണ്. അവൻ എന്നെ ഒന്ന് വിട്ട് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്, കൂടെ എങ്ങനെയുണ്ടെന്ന്. എങ്ങോട്ട് പറക്കാൻ പോകുന്നു? ടാറ്റ പറയടാ എല്ലാവരോടും. കടിക്കാനല്ല, ടാറ്റ പറയാനാണ് പറഞ്ഞത്. ഹായ് പറ. കടിക്കുന്നു പൊട്ട. എല്ലാവരോടും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് എന്താണെന്നൊന്ന് ഉഷാറാവ്. നിനക്ക് പുതിയ ഒരു കൂട് കാണിച്ചു തരാമല്ലോ. നമ്മളെല്ലാ കൂടും ടെസ്റ്റ് ചെയ്യുന്നത് ആശാനാണ്. അവനെ ഈ കൂട്ടിലിട്ട ദേഷ്യത്തിന് എൻ്റെ കയ്യിൽ കടിക്കുവാണ്. എന്താടാ അതാ നിൻ്റെ ഫ്രണ്ട്സ് അല്ലാതെ അവിടെ കണ്ടോ. ഇനി അവരെ നോക്കി നീ ഇതിൽ നിന്ന് വന്നാലേ കുറച്ച് ദിവസം. ഇവനെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ. ഇനിയിപ്പോൾ ഇവരെ ഈ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടങ്ങനെ ഇരുന്നോട്ടെ. എന്താ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. കം വാടാ. വിളിച്ചാൽ ഇപ്പോൾ വരുന്നില്ലല്ലോ. അവൻ വെറുതെ ഒരു ഐഡിയ കാണണം. ഇപ്പം നോക്കണേ അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം നോക്കണേ. കപ്പ് കാണുമ്പോൾ കേട്ടോ, ആൾ കാമാൻ ക്വയറ്റായി കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് എവിടെയും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ താഴെ വരും. എന്തോ ആൾ റെഡിയായി. എന്താന്ന് തിന്നാൻ ചോദിക്കോണിപ്പോൾ. സൗണ്ടൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ അവൻ പാവം കുട്ടിയായി പോയി. ഇതുവരെ ഭയങ്കര സാധനമായിരുന്നു. എൻ്റെ കയ്യിൽ കടിച്ചിട്ട് എനിക്ക് ഞാൻ എടാ നീ കിളവനായി. നിങ്ങൾക്ക് ഇനി സെറിലാക്ക് കുടിക്കാനല്ല വേണ്ടേ. പെണ്ണൊക്കെ കെട്ടാനായി. എന്നിട്ട് ഇവൻ ഇപ്പോഴും സെറിലാക്ക് കുടിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിലുണ്ടോ നോക്കുവാണ്. ആശാൻ ഉഷാറായിട്ട് തിന്നാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ആലോചിക്കായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അവനെ അവിടെ തന്നെ നിന്നോട്ടെ. നമ്മൾ മറ്റ് പക്ഷികളെയൊക്കെ മാറ്റുന്ന സമയത്ത് അവനെ മാറ്റിയാൽ മതി. ഇന്ന് അവിടെ തന്നെ നിന്നോട്ടെ. അവർ ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാനുള്ള വർക്കുകളാണ്. കമ്പ് വെക്കുക, കൂട് വെച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നിന്ന് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് പണ്ട് നമ്മൾ കൂടൊക്കെ സ്വന്തമായിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒന്നും ചെയ്യാതെ അങ്ങ് മടിയനായിപ്പോയി. അതാണ് ഇതിനൊക്കെ ഇപ്പോൾ ആളെ വിളിക്കേണ്ട അവസ്ഥയായത്, കൂടുണ്ടാക്കാനും എല്ലാത്തിനും. പണ്ട് ഞാനൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ നല്ല ഉഗ്രം മുയലിൻ്റെ കൂടുണ്ടാക്കുമായിരുന്നു. നമ്മുടെ ഒരു ഗോവിന്ദനാശാരി ഉണ്ടായിരുന്നു. പുള്ളി നമ്മുടെ വീട്ടിൽ ജനലിലും ഇതിൻ്റെയൊക്കെ പണിക്ക് വരുന്ന സമയത്ത് ഞാൻ സൈഡിൽ പോയി ഇങ്ങനെ ഇരുന്ന് കണ്ട് പുള്ളിക്കാരൻ കട്ട് ചെയ്തിടുന്ന പീസൊക്കെ എടുത്തെടുത്ത് നല്ല മുയലിൻ്റെ കൂടുണ്ടാക്കിയിരുന്നു. അതൊക്കെ പണ്ടത്തെ കാലം. ശരി, അപ്പോൾ തിന്ന് നല്ലോണം തിന്ന് നിങ്ങൾക്ക് സെറിലാക്കില്ല. ഇന്ന് പുതിയ വീട്, പുതിയ ഫുഡല്ല, ഈ ഫുഡ് തിന്ന്. കാരണം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇനിയും സെറിലാക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതിന് കൊഴുപ്പ് അടിഞ്ഞു കൂടും. അതുകൊണ്ട് ഇനി കൊടുക്കരുതെന്നാണ്. ഇപ്പോൾ ഇത് തിന്നാൻ തുടങ്ങി. ഇനി കൊടുക്കുന്നില്ല. ആൾ ഹാപ്പിയാണ്. കാരണം ആ ചെറിയ കൂട്ടിൻ്റെ അകത്ത് നിന്ന് പറക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം പറക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. പിന്നെ കൈ മുറിഞ്ഞു. ഒരു കമ്പ് വെട്ടി വെക്കുമ്പോഴേക്ക് കൈ മുറിഞ്ഞു. എന്തോന്നാണ്. ശരി, അപ്പോൾ